വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 3ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ നിവർന്ന് നിൽക്കാമെന്ന്. നല്ലൊരു ചാപ്റ്റർ അല്ലേ? കേൾക്കുമ്പം തന്നെ നല്ലതല്ലേ കുഞ്ഞുങ്ങളെ? 1ഉം 2ഉം പാഠം വൃത്തിയായിട്ട് എഴുതിയെടുത്തോ. നമ്മളതിൻ്റെ ഫുൾ നോട്ടും 1ാമത്തെ പാഠത്തിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒറ്റ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. 2ാമത്തെ പാഠത്തിൻ്റെയും എല്ലാ ചാപ്റ്ററും ഒറ്റ ലിങ്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാർട്ടായിട്ടും ഇട്ടിട്ടുണ്ട്, ഒറ്റയ്ക്കും ഇട്ടിട്ട് എങ്ങനെയായാലും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി എല്ലാം കേട്ടോ. നിങ്ങൾക്ക് ഏത് വിഷയമാണോ പാഠം എന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് ഒന്നും കൂടിയൊക്കെ നോക്കണം കേട്ടോ നിങ്ങളെ. അപ്പോൾ നമുക്ക് 3ാമത്തെ പാഠം തുടങ്ങിയാണ്. എൻ്റെ സൗണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല എന്നെനിക്കറിയാം. കേൾക്കുമ്പോൾ ഒരു അരോചകമൊക്കെ തോന്നുമായിരിക്കും, കാരണം തൊണ്ട മൊത്തം പോയിരിക്കും നിങ്ങളെ. പക്ഷേ നമുക്ക് പാഠങ്ങൾ തീരണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഈ 3ാമത്തെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു നിങ്ങളെ 3ാമത്തെ പാഠം ഇട്ടില്ലേ എന്ന് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് 3ാമത്തെ പാഠം ഞാൻ ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. നോട്ട് കറക്റ്റായിട്ട് നമ്മൾ അടുത്ത പാർട്ടി തരാം. എന്താണെന്നൊന്ന് കുറച്ച് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു തരാം. നോട്ട്സ് കറക്റ്റായിട്ട് അടുത്തതിൽ തരാം കേട്ടോ കുഞ്ഞുങ്ങളെ, കാരണം ഇതിനകത്ത് കുറച്ച് മാത്രം നോട്ട്സേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, നമ്മുടെ പാഠം നോക്കൂ നിങ്ങളെ. ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, മീനൊക്കെ പോകുന്നതൊക്കെ പടമാണ്. നല്ല പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളുടെ ടെസ്റ്റിൽ. നോക്കിയേ, having you noticed that there are different kinds of fish in the water bodies near your school or home. Your home or school might have an aquarium, right? It might also have many variety of colorful fishes, does not it? A picture of a pond is given below. See how beautiful the fishes in it are. Observe each fish carefully. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ. എല്ലാം നല്ല വലിയ കട്ടിയുള്ള വാക്കൊന്നുമില്ല, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന കെയർഫുള്ളി, ബ്യൂട്ടിഫുൾ, വെറൈറ്റീസ് അല്ലേ, ഡിഫറൻറ്റ്, അക്വേറിയം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അതിനകത്തിൽ വന്നിരിക്കുന്നത് എല്ലാം വായിക്കാൻ പറ്റുമല്ലോ. ഇതിനകത്ത് എന്താണെന്നറിയോ, നിങ്ങളുടെ സ്കൂളിനടുത്തോ വീടിനടുത്തോ ഉള്ള ഏതെങ്കിലും ഒരു ജലാശയങ്ങളിൽ പലതരം മത്സ്യങ്ങളുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ നിങ്ങളെ? നിങ്ങൾ സ്കൂളിലോട്ട് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സമീപത്തോ എവിടെയെങ്കിലും ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ അക്വേറിയം ഉണ്ടാവുമല്ലോ. ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഈ കോവിഡ് സമയത്ത് മിക്ക വീട്ടിലെയും പിള്ളേരുടെ പണി മീനെ പിടിച്ച് അക്വേറിയം ഉണ്ടാക്കുക എന്നൊക്കെ ആയിരുന്നില്ലേ കുഞ്ഞുങ്ങളെ? ഇല്ലേ, സത്യമല്ലേ? മിക്കയിടത്തും ഞാൻ കണ്ടായിരുന്നു കൊച്ചു കുട്ടികളെല്ലാം ചെറിയ കുപ്പിയിൽ അടുത്തൊക്കെയുള്ള തോടുകളിൽ നിന്നൊക്കെ പോയിട്ട് കുഞ്ഞു മീനിനെയൊക്കെ മേടിച്ച് മീൻ കച്ചവടമൊക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. വലിയ പിള്ളേരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് മീൻ മേടിച്ച് കൊണ്ട് അപ്പം അക്വേറിയം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ചില കുട്ടികളല്ലേ മിക്കതും വീട്ടിൽ വന്ന് 2ൻ്റെ അന്ന് വെള്ളത്തിൽ മണ്ടയ്ക്ക് കിടക്കുന്നതാണോ ഇല്ലയോ, അതായിരിക്കും അതിൻ്റെ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ അക്വേറിയം ഉണ്ടാവുമല്ലോ അല്ലേ? അക്വേറിയം ഉണ്ടാവും നിങ്ങളെ നിങ്ങളുടെ ആരുടെയും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേരാം കേട്ടോ. എൻ്റെ ഇവിടെ ഇല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇതിനൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയമില്ല. ഇതിനൊക്കെ വെള്ളം മാറ്റണം, ഇതിനൊക്കെ നേരത്തെ കാലത്തും ആഹാരം കൊടുക്കണം അല്ലേ? ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ. നമ്മൾ ആ സമയത്ത് ആഹാരം കൊടുത്തില്ലേ പിന്നെ അതിന് നേരത്തെ ആഹാരം കിട്ടിയില്ല എന്നുള്ള ഒരു ഇതുകൂടെ നമുക്ക് കേൾക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതൊക്കെ സമയവും ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ നല്ലതാണ് അല്ലേ? ഇനി അതിലും വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളുണ്ടല്ലോ. ഒരു ജലാശയത്തിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. എന്ത് ഭംഗിയുള്ള മത്സ്യങ്ങളാണ് അതിലുള്ളത് എന്ന് നമുക്ക് നോക്കൂ. ഇതിൽ കാണുന്ന ഓരോ മത്സ്യത്തെയും നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കൂ. ഈ മീനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർ ഇതൊക്കെ കാണുമ്പം പറയായിരിക്കും ഇത് ഏത് മീനാ, എങ്ങനെയുള്ള മീനാ എന്നൊക്കെ അല്ലേ? എനിക്ക് മീനെ കണ്ടാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം ചുമന്ന മീൻ, മത്തി, അയില, അങ്ങനെയൊക്കെ ഉള്ളതിനെ കണ്ടാൽ എനിക്കറിയാം ചൂട അല്ലേ. ചില സ്ഥലങ്ങളിലാണ് ഈ കൊച്ചു മീൻ ചൂടമീൻ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓരോ സ്ഥലങ്ങളിൽ ഓരോ ചുവന്ന മീൻ. മത്തി കണ്ടാൽ അറിയാം, ചൂട, അയില, പിന്നെ കേരച്ചൂര കണ്ടാൽ അറിയാം. പിന്നെ എല്ലാം മീന. എൻ്റെ കാഴ്ചപ്പാടിലെല്ലാം മീനാവും നിങ്ങളെ കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള മീനുകളും കേട്ടോ അക്വേറിയുള്ള ഒക്കെ ഒന്ന് പറയണേ. 2ാമത്തെ നോക്കിയേ, 2ാമത്തെ പേജ് മനസ്സിലാവുന്നുണ്ടോ പഠിപ്പിക്കുന്നത്? നമ്മുടെ 3ാമത്തെ പാഠം ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് എന്നാണ്. നിവർന്ന് നിൽക്കാവുന്ന കുഞ്ഞുങ്ങളെ പാഠത്തിൻ്റെ പേര്. ഇതിനകത്തിൽ ഒരു മീൻ കുളം പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതിനകത്തിൽ പറയുന്ന വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങൾ ഇതിനകത്തിലുണ്ട്. നിങ്ങളുടെ അടുത്തൊക്കെ ജലാശയങ്ങളുണ്ടോ, നിങ്ങൾ സ്കൂളിൽ പോകുന്നിടത്തുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അടുത്ത് നോക്കിക്കേ, ആർ ഓൾ ഫിഷസ് ദ സെയിം?
നോക്കൂ നിങ്ങളെ, ഇവിടെ എല്ലാ മത്സ്യങ്ങളെയും നിങ്ങൾ ഒരുപോലെയാണോ കാണുന്നത്? എല്ലാ മത്സ്യവും ഒരുപോലെയാണോ? അല്ല. അവ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അത് ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ഏതാണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് ഞാൻ അതാ എഴുതിയത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നല്ല രീതിയിൽ ഇപ്പോൾ വെറുതെ വായിച്ചപ്പോൾ ഞാൻ കിട്ടിയതൊക്കെ ഒന്ന് തയ്യാറാക്കിയെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഇടാം. ഇപ്പോൾ ഈ ടെസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ എന്താണെന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ ആർ ഓൾ ഫിഷസ് ആർ സെയിം, ഹൗ ആർ ദേ ഡിഫറൻറ്റ് ഫ്രം ഈച്ച് അവർ. എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ? അവ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എല്ലാ മീനിൻ്റെ ഷേപ്പ് ഒരുപോലെയാണോ നിങ്ങളെ? അതിൻ്റെ കളർ ഒരുപോലെയാണോ? അതിൻ്റെ സൈസ് ഒരുപോലെയാണോ? അല്ലേ? ആകൃതിയും നിറവും വലിപ്പവും ഒക്കെ വ്യത്യാസമാണ് അല്ലേ? ഒരുപോലെയാണോ? അല്ല. ഇത് എന്തൊക്കെയാണ് അതിൽ മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ ഈ 3 എക്സെട്ര എന്ന് വെച്ചാൽ ഇനിയൊക്കെ ഉണ്ട്, തോനെയുണ്ട്. മൂന്ന് കുത്തിട്ടത് കൊണ്ട്, ടെസ്റ്റിൽ 3 കുത്ത് കണ്ടതുകൊണ്ട് ഞാൻ 3 എഴുതിയുള്ളൂ കേട്ടോ. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അടുത്തത്, ഷാൽ വി മേക്ക് എ മോഡൽ എ ഫിഷ്? വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദീസ്? ഷെയർ യുവർ ഐഡിയാസ്. നോക്കൂ, നമുക്കൊരു മത്സ്യത്തിൻ്റെ മാതൃക നിർമ്മിച്ചാലോ അതിനായി എന്തെല്ലാം സാമഗ്രികൾ നമുക്ക് വേണമെന്നാ. ഇവിടെ നിങ്ങൾ പേപ്പർ വെച്ചുണ്ടല്ലോ നിങ്ങൾ എന്ത് ചെയ്യണം? പേപ്പർ വെച്ചിട്ട് പണ്ട് ഞങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. ഇങ്ങനെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുഞ്ഞിലെയൊക്കെ നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ വരുവ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ വെക്കും കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള മീനെയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളിവിടെ പറഞ്ഞേക്കുന്നത്? മത്സ്യത്തിൻ്റെ മാതൃക നിർമ്മിച്ചിട്ട് എന്തെല്ലാം സാമഗ്രികൾ അത് ഇവിടെ ഇവർ പറഞ്ഞേക്കുന്നത് നോക്കണേ. Cut 2 pieces of a fabric in the shape of a fish to the size of your palm. Make the fish beautiful by sticking button or beads as its size. Now hold the tail portion of the fish and try to make it stand upright. Does the fish stand straight? Next, use midribs of a coconut palm to create shapes as shown in the picture. Use glue or thread to join the palm ribs. Stick the fish-shaped piece of fabric on both sides. Don't we have a beautiful fish now? ഇവിടെ നോക്കൂ നിങ്ങൾ, ഇത്രയേ ഉള്ളൂ. മത്സ്യത്തിൻ്റെ ആകൃതിയിൽ 2 തുണി കഷ്ണങ്ങൾ നിങ്ങളുടെ കൈപ്പത്തി വലിപ്പത്തിൽ മുറിച്ചെടുക്കുക, കൈയുടെ വലിപ്പത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് അത് ബട്ടൺസുകളോ മുത്തുകളോ ഉപയോഗിച്ച് ഇവയ്ക്ക് കണ്ണുകൾ ഒട്ടിച്ച് ഭംഗിയായിട്ട് കൊടുക്കുക. അതുകൊണ്ട് ഇതുപോലെ ഇതിൻ്റെ കണ്ണുകളായിട്ട് നമ്മൾ ബട്ടൺസോ മുത്തോ എന്തെങ്കിലും ഉപയോഗിച്ച് കൊടുക്കുക. കണ്ണ് നിങ്ങൾ നിർമ്മിച്ച മത്സ്യങ്ങളുടെ വാൽഭാഗത്ത് പിടിച്ച് അതിനെ നേരെ നിർത്താൻ ശ്രമിച്ചു നോക്കൂ. മത്സ്യം നേരെ നിൽക്കുന്നുണ്ടോ? നമ്മളൊരു പേപ്പർ വെച്ചിട്ടോ ഒരു തുണി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ നേരെ നിർത്താൻ ഭാവിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതിന് കട്ടിയില്ല. അതിങ്ങനെ ഒരു പേപ്പർ ആയാൽ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്താൽ ഇത് ഞാനിങ്ങനെ അത് കണ്ടോ ഇങ്ങനെ തളർന്നു പോകുന്ന കണ്ടോ? അതിങ്ങനെ അത് പിടിച്ച് നിൽക്കുന്നില്ല അല്ലേ? പക്ഷെ അടിയിൽ ഞാനൊരു പേന വെച്ചിട്ടുണ്ടോ? ഈ ഒരു പേന വെച്ചാൽ അതെന്ത് ചെയ്യുന്നു? അത് നിവർന്ന് നിൽക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിനടിക്ക് എന്തോ ഉണ്ട്. ഒരു പേന ഉള്ളത് കൊണ്ടാണ് അത് നിവർന്ന് നിൽക്കുന്നത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ നിർമ്മിച്ച ഈ മത്സ്യങ്ങളുടെ വാൽഭാഗത്ത് പിടിച്ച് അതിനെ ഒന്ന് നേരെ നിർത്താൻ നിങ്ങളൊന്ന് ശ്രമിച്ചേ. മത്സ്യം നേരെ നിൽക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ. ഉണ്ടോ? ഇല്ല. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് യൂസ് മിഡ് റിബ്സ്. അടുത്തവർ നിങ്ങൾ പച്ച ഈർക്കിൽ ഉപയോഗിച്ചിട്ടേ അവർ പറയുന്നത് കോക്കനട്ടിൻ്റെ പാം റിബ്സ്. ഇവിടെ നോക്കൂ, പച്ച ഈർക്കിലുണ്ടല്ലോ നിങ്ങളെ, അത് ഉപയോഗിച്ചിട്ട് അവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താലേ, എന്നിട്ട് നിങ്ങൾ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ വെച്ചിട്ടൊന്ന് കൊടുത്തു നോക്കിയേ. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ പറയുന്നത്? നമ്മളൊരു പേപ്പറോ തുണിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ വെട്ടിയെടുത്താൽ മീനാവും. മനസ്സിലായോ? തുണി വെച്ച് ഇങ്ങനെ വെട്ടിയാൽ നമുക്ക് എല്ലാവർക്കും, ഏത് കൊച്ചു പിള്ളേർക്കും ചെയ്യാവുന്ന കാര്യം. ഇതുപോലെ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ നൂത്ത് വെച്ചാൽ അത് നൂന്നിരിക്കുമോ? ഇല്ല. അതെന്താ? അത് ഉരുണ്ട് താഴെ വീഴും അല്ലേ? കാരണം എന്താ? കട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ അവർ പറഞ്ഞത്? നിങ്ങൾ പച്ച ഈർക്കിൽ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ രൂപമുണ്ടാക്കിയെടുക്കുക. ഇതുപോലെ രൂപമുണ്ടാക്കിയെടുക്കുക. ഈർക്കിലുകൾ യോജിപ്പിക്കാൻ വല്ല പശയോ നൂലോ ഇങ്ങനെ ഇവിടെ ഒട്ടാൻ വേണ്ടി വല്ല പശയോ നൂലോ ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കണമെന്ന്. മനസ്സിലായോ? ഇതിൻ്റെ ഇരുപുറവും മത്സ്യത്തിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുത്ത തുണിക്കഷ്ണം ഒട്ടിക്കൂ. ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മത്സ്യത്തെ നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നാണ് പറയുന്നത്. അതിൻ്റെ കണ്ണിൻ്റെ അവിടെ ബട്ടൺസോ വല്ലതൊക്കെ ഒട്ടിക്കണമെന്ന് കേട്ടോ. ഒന്ന് ചെയ്യണേ നിങ്ങൾ, അത് ചെയ്തു നോക്കണേ. എന്തായാലും നമുക്ക് പഠിക്കാനുള്ളതല്ലേ. ഇനി നോക്കിയേ, നൗ ഹോൾഡ് ദീസ് ഫിഷ് ബൈ ഇറ്റ്സ് ടെയിൽ പോർഷൻ. ഇനി വാലോ ആൻഡ് മേക്ക് ഇറ്റ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. Did not you succeed? What could be the reasons for this?
ഡിസ്കസ്. ഈ മത്സ്യത്തിൻ്റെ വാൽഭാഗത്ത് പിടിച്ചിട്ട് അതിനെ നേരെ നിർത്താൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. വിജയിച്ചില്ലേ? അതായത് എന്താ അതിനകത്ത് എന്ത് വെച്ചു കുഞ്ഞുങ്ങളെ? 2 ഈർക്കിൽ, അതെന്ന് വെച്ചാൽ താഴെ വീഴാതിരിക്കാൻ വേണ്ടി അതിനൊരു സപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? അവിടെ ഈർക്കിൽ കൊടുത്തു അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താ അത് താഴെ വീഴാതിരിക്കും. നിങ്ങൾ ഉണ്ടാക്കിയ 2 മത്സ്യങ്ങളുടെയും വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ അവയിൽ കണ്ടെത്തിയ മാറ്റങ്ങൾ നിങ്ങൾ താഴെ പറയുന്നിടത്ത് എഴുതാനാണ്. ഫിഷ് മെയ്ഡ് വിത്ത് ഫാബ്രിക്കും ഫിഷ് മെയ്ഡ് വിത്ത് ഫാബ്രിക് ആൻഡ് പാം റിബ്സും. നമ്മൾ ആദ്യം തുണിയിൽ നിർമ്മിച്ച മത്സ്യം എന്ന് വെച്ചാൽ അതിന് തുണിയിൽ മാത്രം നിർമ്മിച്ച് അതിനകത്ത് ഈർക്കിലൊന്നും വെച്ചില്ലെങ്കിൽ എന്താ കുഞ്ഞുങ്ങൾ? അത് ഇനി തളർന്നു. അതിൻ്റെ ഞാൻ ആൻസർ എഴുതി തരാം കേട്ടോ. ഇവിടെ ഞാൻ എഴുതി തരാം. ഈർക്കിൽ വെച്ചതിന് ശേഷം എന്താണ് വന്നതെന്ന് ഇതിപ്പോൾ റഫായിട്ട് ഞാൻ ഒന്ന് വായിച്ച് തരുക. സ്കൂളിലൊക്കെ എടുത്ത കുഞ്ഞുങ്ങളെ ഒന്ന് വായിച്ച് തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അത്ര ഓക്കെ ആണോ? അടുത്ത നോക്കിയാൽ അതിൻ്റെ തൊട്ടിപ്പുറത്തെ പേജ് നോക്കിയോ നിങ്ങളെ. ഫാബ്രിക്സ് പീസ് വെയർ യൂസ്ഡ് ഇൻ ബോത്ത് ഇൻസ്റ്റൻസ് ദെൻ വൈ ഈസ് ഇറ്റ് ഈസ് ദാറ്റ്സ് ഓൺലി ദ സെക്കൻഡ്. ഞാൻ പറയുന്നത് അത്ര ക്ലിയർ അല്ലെന്ന് എനിക്കറിയാം കുഞ്ഞുങ്ങളെ, കാരണം എനിക്ക് തന്നെ പറന്ന് കേൾക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് നിങ്ങളെ ടെസ്റ്റ് കമൻറ്റ് ബോക്സിൽ കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് ഇത് വായിച്ചു തരുന്നത്. നോട്ട് ഞാൻ അടുത്ത ലിങ്കിൽ തരാം. ഇപ്പോൾ എന്താണെന്ന് നിങ്ങളൊന്നെല്ലാം ഒന്ന് മനസ്സിലാക്കണേ. സെക്കൻഡ് ഫിഷ് യു മെയ്ഡ് സ്റ്റുഡ് സ്ട്രെയിറ്റ്. പാം റിബ്സ് വെയർ യൂസ്ഡ് ടു മേക്ക് ദ സെക്കൻഡ് ഫിഷ്. വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ദിസ്? ഇവിടെ നമ്മൾ 2 നിർമ്മാണത്തിലും, അതായത് ആദ്യം തുണി വെച്ച് മാത്രം ഇവിടെ ഉണ്ടാക്കിയായിരുന്നു അല്ലേ, അത് വെച്ച് ഉണ്ടാക്കിയതും പിന്നെ രണ്ടാമത്തേത് നമ്മൾ അതിനകത്ത് ഈർക്കിൽ വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തു അല്ലേ. ഈ മത്സ്യങ്ങൾ ഈർക്കിൽ ഉപയോഗിച്ചതും അല്ലാത്തതും തങ്ങളിൽ എന്ത് വ്യത്യാസമാണ്, അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്നും ഒക്കെ ഉള്ളൊരു ഒരു ചോദ്യമുണ്ട് കേട്ടോ. അത് നമുക്ക് ആൻസറിൽ എഴുതാം. ഇനി അടുത്തത് ഇൻസൈഡ് ദ ഫിഷ്. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇൻസൈഡ് ദ ഫിഷ് എന്ന് വെച്ചാൽ മത്സ്യത്തിനുള്ളിൽ. നമ്മൾ ഈ പുറമേ ഉള്ള ഇതെല്ലാം കണ്ടിട്ടുള്ളോ മത്സ്യം. ഇനി അത് നമ്മൾ മീൻ കറി വെച്ച് കഴിക്കുമ്പോൾ ഇതിനകത്ത് എന്തോ ഉണ്ട്? പറ, എന്തോ ഉണ്ട്? ഈ മീമുള്ളുണ്ടല്ലേ, ഈ മീമുള്ളില്ലയോ? ഇനി അതാ മത്സ്യത്തിനുള്ളിൽ. യു മസ്റ്റ് ഹാവ് ഒബ്സർവ്ഡ് റിയൽ ഫിഷ്, ഹാവ് നോട്ട് യു? വെൻ യു ഈറ്റ് ഫിഷ് ഡോണ്ട് യു സീ ദ ഫിഷ് ബോൺസ് ഇൻസൈഡ് ഇറ്റ്? ഡോണ്ട് ദേ റിസംബിൾ ടു ദ പാർട്ട് മെയ്ഡ് വിത്ത് പാം റിബ്സ് ഇൻ ദ ഫിഷ് യു ഹാഡ് മെയ്ഡ്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട്. വല്ല മനസ്സിലായോ? അതായത് ഒരു യഥാർത്ഥ മത്സ്യത്തെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. നമ്മൾ മീനെ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? കൊള്ളാം, നമ്മളോട് അല്ലേ. മീനെ കാണാത്തതായിട്ട് ആരുമില്ല കുഞ്ഞുങ്ങൾ, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. നിങ്ങൾ മത്സ്യം കഴിക്കുമ്പോഴേ അതിനുള്ളിൽ എന്ത് കാണും? അതിനുള്ളിൽ മീൻ മുള്ള് കാണും അല്ലേ കുഞ്ഞുങ്ങളെ? ഫിഷിൻ്റെ ബോണല്ലേ കാണുന്നത് അതിനുള്ളിൽ അല്ലേ? മീൻ മുള്ള് കണ്ടില്ലേ? ഇതിന് നിങ്ങൾ നിർമ്മിച്ച മത്സ്യത്തിൻ്റെ ഈർക്കിൽ കെട്ടിയതുപോലെ അതുപോലെ ഭാഗവുമായിട്ട് സാമ്യമുള്ളത് കാണുന്നില്ലേ? ചിത്രം നിരീക്ഷിച്ചിട്ടൊന്ന് പറയാൻ നോക്കൂ കുഞ്ഞുങ്ങളെ. ഇത് നോക്കിയേ, നിവർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിവർന്നിങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആര് വേണം? നമ്മൾ മുമ്പ് ഈർക്കിൽ വെച്ച് സെറ്റ് ചെയ്ത കാര്യം പറഞ്ഞു. ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതിന് നൂന്ന് നിൽക്കാനും വെള്ളത്തിൽ കൂടെ നീന്തി പോകാനും ഒക്കെ പറ്റത്തുള്ളൂ. ഈ ഒരു സാധനം ഇതിൻ്റെ പേര് ഇതിൻ്റെ സ്കൾട്ടൺ ആവും. ഇതിൻ്റെ മീനിൻ്റെ സ്കൾട്ടൺ എന്ന് വെച്ചാൽ സ്കൾട്ടൺ അസ്ഥികൂടം കേട്ടോ. അതുള്ളത് കൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഒരു കൊച്ചു തോണ്ട അവിടെ ഇരുന്ന് ചിക്കൻ്റെ കാല് കടിച്ചുകൊണ്ടിരിക്കുക അല്ലേ. മത്സ്യങ്ങൾക്ക് മാത്രമാണോ ഇങ്ങനെ പാർട്സ് ഉള്ളത്? ഡു ഓൺലി ഫിഷസ് ഹാവ് സച്ച് പാർട്സ് ആണോ നിങ്ങളെ? മത്സ്യങ്ങൾക്ക് മാത്രമാണോ ഇങ്ങനെ എല്ലുള്ളത്? ഈ പറയുന്ന നമ്മളോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമുക്ക് ഈ അസ്ഥി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ അവസ്ഥ അല്ലേ. നോക്കിക്കേ, ഇഫ് ദെയർ വെയർ നോ ബോൺസ് ഇൻ ദ ചിക്കൻ ഐ കുഡ് ഹാവ് ഈറ്റൻ ഇറ്റ് ഫുള്ളി. ഈ ചിക്കന് എല്ലില്ലായിരുന്നെങ്കിൽ മുഴുവനും കഴിക്കാമായിരുന്നു. ഈ കൊച്ചു നമുക്ക് ആ കാലിരുന്ന് കടിച്ച് പറിച്ച് തിന്നുക അല്ലേ, ഇല്ല ജഗതി ഇരുന്ന് കടിച്ച് പറിച്ച് തിന്നുന്ന പോലെ കഴിക്കുക. അപ്പോൾ പറയും, ഓ ചിക്കൻ ഈ എല്ലില്ലായിരുന്നെങ്കിൽ എല്ലില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവനും അങ്ങ് കഴിക്കാമായിരുന്നു, ഇതിപ്പോൾ എല്ലായി പോയല്ലോ എന്നാ കൊച്ച് പറയുന്നതാണ്. ഡിഡ് നോട്ട് യു നോട്ടീസ് what the child had said? Have not you noticed such strong bonds while you eat chickens? Do you all living things have such parts? Observe the picture and find out. കുട്ടി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോഴും ഇതുപോലെ കട്ടിയുള്ള എല്ല് ശ്രദ്ധിച്ചിട്ടില്ലേ? എവിടെ ഇല്ലയോ? എല്ലാ ജീവികൾക്കും ഇത്തരം ഭാഗങ്ങളുണ്ടോ? ചിത്രങ്ങൾ നിരീക്ഷിച്ച് കണ്ടുപിടിക്കുക. എല്ലാ ജീവികൾക്കും ഇതുണ്ടോ? ഏത് സ്കെൽട്ടൺ ആവും നിങ്ങളിവിടെ പറയുന്നത്? സ്കെൽട്ടൺ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, താഴെ കുറേ പടം തന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കോഴിയമ്മയുണ്ട്, കോഴിയുടെ സ്കെൽട്ടൺ ഇരിക്കുന്നുണ്ടോ? കണ്ടോ? ഈ കോഴിയുടെ സ്കെൽട്ടൺ ആണ്. നോക്കിയോ നിങ്ങളെ, പല്ലിയുടെ സ്കെൽട്ടൺ അല്ലേ?
haven't you understood that other living being also have similar parts? This is called skeleton. മറ്റു ജീവികൾക്കും ഇതുപോലുള്ള ഭാഗമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇതാണ് എന്താ കുഞ്ഞുങ്ങളെ അസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നമ്മൾ എഴുതി എന്താ എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ, എങ്ങനെയെല്ലാമാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് എഴുതി. രണ്ടാമത് വേണമെങ്കിൽ ഇത് എഴുതാം കുഞ്ഞുങ്ങളെ, എന്താണ് ഈ സ്കൾട്ടൻ, എന്താണ് അസ്ഥികൂടം എന്നാൽ എന്താണ് എഴുതിക്കൂടായോ? ദ skeleton is the framework of bones that provides support and shape to the body and protect certain internal organs. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ഓരോ വാക്ക് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. സ്കൂളിൽ പോകാനോ ട്യൂഷന് പോകാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വായിക്കാൻ അറിയാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ വായിക്കുമ്പോൾ ഓരോ അക്ഷരവും എടുത്തെടുത്ത് പറയുന്നത്. കാരണം നിങ്ങൾക്കിപ്പോൾ ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്നോടത് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഒരു 3-4 വട്ടം വായിക്കുന്നുമുണ്ട്. അതിൻ്റെ മലയാളമുണ്ട്. എടുത്തെടുത്ത് ഇല്ല 2ലെയും 3ലെയും കുട്ടികളെ പറയുന്നത് പോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 6ാം ക്ലാസ് ആയെങ്കിൽ കേട്ടോ. ദ സ്കെൽട്ടൺ ഈസ്, ദ സ്കെൽട്ടൺ എന്ന് വെച്ചാൽ അസ്ഥികൂടമാണ്. അസ്ഥികൂടം അല്ലേ? ദ സ്കെൽട്ടൺ ഈസ് ദ ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ് ദാറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ടു ദ ബോഡി ആൻഡ് പ്രൊട്ടക്റ്റ് സർട്ടൺ ഇൻറ്റേർണൽ ഓർഗൻസ്. നമ്മുടെ ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം. നമ്മുടെ ലിവറും കരളും അല്ലേ, എൻ്റെ ലിവർ കരളും ഇല്ലയോ, ലിവറും പിന്നെ എന്താ നമ്മുടെ വയറ്റിനകത്തിലിരിക്കുന്ന എന്തെല്ലാം സാധനങ്ങളാണ് അല്ലേ, ഇതിനെല്ലാം സംരക്ഷിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അല്ലേ, എല്ലാം സംരക്ഷിച്ച് വെച്ചേക്കുന്നത് എന്താ നമ്മുടെ ഈ അസ്ഥികൂടങ്ങളാണ് അല്ലേ. കിഡ്നി ആയാലും അല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് അങ്ങോട്ട് പഠിക്കാൻ പോവുക. അപ്പോൾ ഇതിനെല്ലാം ഒരു കുഴപ്പമോ നമ്മൾ തട്ടോ മുട്ടോ ഒന്നും ഏക്കാതെ നമ്മളെ സംരക്ഷിച്ച് വെക്കുന്നത് ആരാ? നമ്മുടെ അസ്ഥികൂടമാണ്, സ്കെൽട്ടനാണ്. ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് കുഞ്ഞുങ്ങളെ എന്ത് പറയുന്നത്? സ്കെൽട്ടൺ അല്ലെങ്കിൽ അസ്ഥികൂടം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത്ര എഴുതിക്കൂടായോ? ഇനി നോക്കിക്കേ, അതിൻ്റെ നമ്മൾ ഈ വായിച്ചതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് പറഞ്ഞു പോവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ നോക്കിയേ, ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. വിവിധ ജീവികളുടെ അസ്ഥികൂടങ്ങളാണ് ഇവ. ഏതെല്ലാം ജീവികളുടെ അസ്ഥികൂടമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? നോക്കൂ നിങ്ങളെ, ഇതെന്താ? വവ്വാലാണ്. ചിലടത്ത് വാവൽ എന്ന് പറയും കേട്ടോ. വവ്വാല് കേട്ടോ, ബാറ്റ്സ് അതാണ് വവ്വാലെന്നാണ് ചില നാട്ടിൽ പറയുന്നത്. ചിലടത്ത് വാവൽ എന്നും പറയുന്നുണ്ട് കേട്ടോ. അതാവും നിങ്ങളിത് വവ്വാല് വാവൽ, നിങ്ങളുടെ നാട്ടിൽ ഏതാ പറയുന്നത് വെച്ചാൽ അത് എഴുതിയാൽ മതി കേട്ടോ. ബാറ്റ് ഇതെന്താണ്? ഇത് നമ്മൾ പശു, എരുമ, പിന്നെ അല്ലെങ്കിൽ എന്താ കാള ഇല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ളത് അല്ലേ നിങ്ങളെ, കൗവോ ഓക്സോ പിന്നെ എന്താ ബഫല്ലോയോ, ഇതിൻ്റെ എല്ലാം സ്കെൽട്ടൺ ഈ രീതിയിലാണ് വരുന്നത്. ഇത് നോക്കിക്കേ, എന്താ ഇത് ചീങ്കണ്ണിയുടെയാണ് കേട്ടോ, ചീങ്കണ്ണി കേട്ടോ, ചീങ്കണ്ണിയുടെയാണ്. അപ്പം നമുക്ക് ഓരോ അസ്ഥികൂടം കണ്ടാൽ ഏകദേശം രൂപം നമുക്ക് പറയാൻ പറ്റും അല്ലേ? അങ്ങനെ അവർ ചോദിച്ചത്. അസ്ഥികൂടം നിരീക്ഷിച്ച് എങ്ങനെയാണ് ജീവിയെ നമ്മൾ തിരിച്ചറിഞ്ഞത്? എങ്ങനെയാവും നിങ്ങളെ? അതിൻ്റെ ആകൃതി നോക്കിയല്ലേ? അവിടെ തന്നെ ഉത്തരവുണ്ട്. എന്ത് നോക്കിയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ്? അതിൻ്റെ ആകൃതി നോക്കിയാണ്. നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ ജീവികൾക്കും അസ്ഥികൂടമുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. അസ്ഥികൂടത്തിന് ഭാരമുണ്ടോ കുഞ്ഞുങ്ങളെ? അസ്ഥികൂടത്തിന് ഭാരമുണ്ടല്ലോ, ഉണ്ട്, അസ്ഥികൂടത്തിന് ഭാരമുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ഇംഗ്ലീഷുകാർ നോക്കൂ നിങ്ങളിവിടെ നോട്ടെ, സ്കെൽട്ടൺസ് ഹാവ് വെയിറ്റ് കേട്ടോ, സ്കെൽട്ടൺസ് ഹാവ് വെയിറ്റ് റൈറ്റ്സ് ദ ബേർഡ്സ് ഏബിൾ ടു ഫ്ലൈ. ഇവിടെ പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പക്ഷികളൊക്കെ പറന്നു പോകുന്നുണ്ടല്ലോ നിങ്ങളെ, പക്ഷികൾ അല്ലേ, അതൊക്കെ പറന്നു പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ പറക്കുന്നത്? പക്ഷികൾക്കും ഭാരമുള്ളതല്ലേ? അപ്പം നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ സ്കെൽട്ടൺ ഓഫ് ബേർഡ്സ്. നോക്കൂ നിങ്ങളെ, സ്കെൽട്ടൺ ഓഫ് ബേർഡ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ദെയർ ആർ എയർ ക്യാവിറ്റീസ് ഇൻ ദ ബോൺസ് ഓഫ് ബേർഡ്സ്. ദീസ് മേക്ക് ദെയർ സ്കെൽട്ടൺ ലൈറ്റർ കമ്പയർഡ് ടു അതർ ഓർഗാനിസം. ദീസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ബേർഡ്സ് ടു ഫ്ലൈ. പക്ഷികളുടെ അസ്ഥികൂടത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷികളുടെ അസ്ഥികൂടം കാണാൻ പറ്റുന്നുണ്ടോ?
നിങ്ങൾ ഈ ഓരോ ഫോണിനും ഓരോ ഇതായിരിക്കും. ഞാൻ ഫോണിൽ നിന്നാവും കുഞ്ഞുങ്ങളെ ഇത് എടുക്കുന്നത്. ഈ ഒന്നുകിൽ അത് 720 വീട്ടിൽ മോഡമുള്ളവർ 1080 ഒക്കെ ഇട്ട് കാണണം. അതല്ല ചിലപ്പോൾ ഡെയിലി ഇതിനൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നവർ കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ 720 കണ്ടാൽ മതി. ഒന്ന് സൂം ചെയ്തിട്ടൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. എല്ലാ ഫോണിലും ഒരുപോലെ ആവണമെന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. പക്ഷികളുടെ അസ്ഥികൾ വായു നോക്കണേ കുഞ്ഞുങ്ങളെ. അത് പക്ഷികളുടെ അസ്ഥിയിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. അവരുടെയൊക്കെ അസ്ഥിയിൽ വായു അറകളുണ്ട്. പക്ഷിയുടെ നമുക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിന് ഒരു അനുകൂലം എന്ന് വെച്ചാൽ അഡാപ്റ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ, ഒരു അനുകൂലമാണ് എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ദെയർ ആർ എയർ ക്യാവിറ്റി, വായു അറകൾ, ക്യാവിറ്റീസ് എന്ന് വെച്ചാൽ ഇവിടെ അറകൾ ഇൻ ദ ബോൺസ് ഓഫ് ബേർഡ്സ്. ദീസ് മേക്ക് ദെയർ സ്കെൽട്ടൺ ലൈറ്റർ കമ്പയർഡ് ടു അതർ ഓർഗാനിസം. ദീസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ബേഡ്സ് ടു ഫ്ലൈ. പക്ഷികളുടെ അസ്ഥികൾ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിന് ഒരു അനുകൂലമാണ് എന്നാണ് പറയുന്നത്. 3 ക്വസ്റ്റ്യൻ ആൻസറും ടെസ്റ്റ് വായിച്ച് ആണ് കുഞ്ഞുങ്ങളെ ഈ പറയുന്നത് കേട്ടോ. അത്ര ഓക്കെ ആണോ? അതാണ് നമുക്ക് ഇവിടെ വരെ പഠിച്ചത്. ഇനി അടുത്ത നോക്കിക്കേ. ഡു യു നോ ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ? അവിടെ നോക്കിയോ നിങ്ങളെ, ചിത്രത്തിൽ കാണുന്ന പക്ഷിയെ നിങ്ങൾ അറിയുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിനെ അറിയുമോ? ആരെങ്കിലും അറിയുമോ? ഇതാരാണിത്? പെൻഗിനാണ് അല്ലേ? പെൻഗിൻ ആണ്. പെൻഗിന് പറക്കാൻ കഴിയില്ല അല്ലേ? വൈ ഈസ് ഇറ്റ് പെൻഗിൻ കാനോട്ട് ഫ്ലൈ. വൈ ഈസ് ഇറ്റ് ദാറ്റ് സം ബേർഡ്സ് കാനോട്ട് ഫ്ലൈ? ഇനി ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ? ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ്. ഫൈൻഡ് ഔട്ട് ഓർ ലിസ്റ്റ് ദ ബേർഡ്സ് ക്യാൻ. പറക്കാൻ പറ്റാത്ത കുറേ പക്ഷികളുടെ പേര്, പറക്കാൻ കഴിയാത്ത കുറേ പക്ഷികളുടെ പേര് പറയണം എന്നാണ് കുഞ്ഞുങ്ങളെ. പറക്കാൻ കഴിയാത്ത പക്ഷികൾ. സം ബേർഡ്സ് ക്യാനോട്ട് ഫ്ലൈ. പെൻഗിന് പറക്കാൻ പറ്റത്തില്ല, കിവിക്ക് പറക്കാൻ പറ്റത്തില്ല, ഒട്ടക പക്ഷിക്ക് കേട്ടോ. നോക്കിയോ ഞങ്ങളെ, പെൻഗിന് പറക്കാൻ പറ്റത്തില്ല. പെൻഗിൻ എന്ന് വെച്ചാൽ ഈ അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഒരു കടൽ പക്ഷിയാണ് നമ്മുടെ പെൻഗിൻ. ഇവയ്ക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും ഉണ്ടല്ലോ, നീന്തുന്നതിൽ ഇവർ വളരെ മികച്ചതാണ്. ഇവർക്ക് പറക്കാൻ കഴിവില്ലെങ്കിലും നീന്താനുണ്ടല്ലോ ഇവരെ കഴിഞ്ഞുള്ളതേ ഉള്ളൂ കേട്ടോ. അടുത്ത നമ്മുടെ കിവിയാണെങ്കിൽ ന്യൂസിലാൻഡിൽ കാണപ്പെടുന്ന ഒരു ചെറിയ പറക്കാനാവാത്ത പക്ഷിയാവും കുഞ്ഞുങ്ങളെ കിവി. കുഞ്ഞു പക്ഷിയാട്ടോ കുഞ്ഞത്. അതിന് പറക്കാൻ പറ്റത്തില്ല. ന്യൂസിലാൻഡിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ ഇവയ്ക്ക് വളരെ നീളമുള്ള ചുണ്ടും ദുർബലമായ ചിറകുകളുമുണ്ട്. നീളമുള്ള ചുണ്ടും കേട്ടോ. കിവിയെക്കുറിച്ചാണ്. ന്യൂസിലാൻഡിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ചെറിയ പറക്കാനാവാത്ത ഒരു പക്ഷിയാണ് ഈ കിവി. ഇവയ്ക്ക് വളരെ നീളമുള്ള ചുണ്ടും ദുർബലമായ ചിറകുകളുമാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഓസ്ട്രിച്ച് അല്ലേ? ഓസ്ട്രിച്ച് എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? നമ്മുടെ ഒട്ടകപ്പക്ഷി അല്ലേ? ഒട്ടകപ്പക്ഷിയെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ആരാ? ഒട്ടകപ്പക്ഷി. പക്ഷേ പുള്ളിക്കാരിക്ക് പറക്കാൻ പറ്റത്തില്ല അല്ലേ? വലിയ പക്ഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒട്ടകപ്പക്ഷിയാണ്. പക്ഷേ എന്താ, പറക്കാൻ പറ്റത്തില്ല. എങ്കിലും ഉണ്ടല്ലോ ഇത് 1 മണിക്കൂറിൽ ഒരു 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇതിന് ഓടാൻ പറ്റും കേട്ടോ. 1 മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ ഇതിന് ഓടാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇരിക്കും? അടുത്ത യമു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? ഒട്ടകപ്പക്ഷിയെ പോലെ തന്നെ യമുവും പറക്കാൻ കഴിയാത്ത ഒരു പക്ഷിയാണ്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഇവ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ഇതിന് ഓടാൻ പറ്റും. ഒരു ദിവസം ഒരു വട്ടം തന്നെ 50 കിലോമീറ്ററോളം ഈ യമു ഓടാൻ പറ്റും. ഓസ്ട്രിച്ചും അതുപോലെ 70 കിലോമീറ്ററോളം ഒക്കെ ഓസ്ട്രിച്ചും കടന്ന് ഓടും. യമു 50 ഓടും. കാരണം ഇവർക്ക് പറക്കാൻ പറ്റത്തില്ലെങ്കിലും ദൈവം എന്തെങ്കിലും ഒരു കഴിവൊക്കെ ഓരോരുത്തർക്കും കൊടുക്കത്തില്ലേ കേട്ടോ. കസോവറി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുമായിരിക്കും കുഞ്ഞുങ്ങളെ. പറക്കാനാവാത്ത പക്ഷികളിൽ ഏറ്റവും അപകടകാരിയായിട്ടൊരു പക്ഷിയാണ് ഈ കസോവറി എന്ന് പറയുന്നത്. ഇവയ്ക്ക് വലിയ നഖങ്ങളാണുള്ളത്. ശക്തമായ കാലുകളും ഉണ്ട്, നഖങ്ങളും ഉണ്ട് കേട്ടോ. ഈ കസോവറി എന്ന പേര് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. അപ്പം ഇത് ഭയങ്കര അപകടകാരിയാണ്. ഇതിനെ എന്തെങ്കിലും നമ്മൾ ചെന്ന് മാതാനം പിടിച്ച് തന്നെ അതിൻ്റെ കാലൊക്കെ നല്ല കയറി ഒന്ന് മാന്തി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പറിച്ചങ്ങ് പോകും. ആ രീതിയിലുള്ള കാലും കയ്യും ഉള്ളതാണ്.
കേട്ടോ. അരാക്കാസോവർ, ഇവയ്ക്ക് വലിയ നഖങ്ങളുണ്ട്, പിന്നെ വളരെ ശക്തമായ കാലുകളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞ എന്തിനാണെന്നറിയോ? ഇത്രയും പറക്കാൻ ഇവർക്ക് കഴിയത്തില്ല, പക്ഷേ അതിന് മറ്റെന്തെങ്കിലും ഒരു കഴിവ് ദൈവം കൊടുക്കുമല്ലോ. ഇതൊക്കെയാണ് ഇതിൻ്റെ കഴിവുകൾ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നോക്കി, വി ആൾസോ ഹാവ് ബോൺ ഇൻസൈഡ് അവർ ബോഡി, ഡോൺ വി ടച്ച് ആൻഡ് എക്സാമിൻ ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് യുവർ ബോഡി ലൈക്ക് ഹാൻഡ്സ്, ലെഗ്, ഫിംഗർ ആൻഡ് ഹെഡ് ആർ ഓൾ ബോൺസ് ആർ സെയിം. എന്ന് വെച്ചാൽ എന്താ നിങ്ങളിവിടെ നമ്മുടെ ശരീരത്തിനുള്ളിലും അസ്ഥികളുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഇതിനകത്തിലും അസ്ഥികളുണ്ട്, ഇതിനകത്തിലും അസ്ഥികളുണ്ട് അല്ലേ, അസ്ഥികളുണ്ട്. കൈകൾ, കാലുകൾ, വിരലുകൾ, തല തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ സ്പർശിച്ച് നമ്മൾ സ്വയം പരിശോധിക്കുക. എല്ലാം എന്താ, എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ കുഞ്ഞുങ്ങളെ? നമ്മുടെ ശരീരത്തിലെ എല്ലാ അസ്ഥികളും, നമ്മുടെ ഇപ്പോൾ ഓരോ കൈ ഇപ്പം ഇങ്ങനെ എടുക്കുക, നോക്കിക്കുക, നമ്മുടെ ഈ കൈയുടെ തന്നെ ഇവിടെ ഇത് ഇത്രയും ഇത് ഇത്രയും ഒരു അസ്ഥിയാണ്, അതുകൊണ്ടാണ് അതിനെ മടക്കാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതിനെ മടക്കാൻ പറ്റുന്നത്. ഇപ്പം ഇവിടുത്തെ അത്രയും അസ്ഥി പോലെ അല്ല, ഇച്ചിരി കൂടെ വലുതാണ് അല്ലേ. ഇതെല്ലാം ഓരോ നമ്മുടെ കൈയൊക്കെ ഇല്ലേ, അത് ഓർത്താൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാവും നിങ്ങളെ തുടയിൽ, ഫീമർ എന്ന് പറയും കേട്ടോ. തുടയുടെ എല്ല്, ഏറ്റവും വലിയ എല്ല് ഈ തുടയാണ് കേട്ടോ, തുടയെല്ല് കേട്ടോ. ഒരു മാർഗിനും ജീവിതത്തിൽ എപ്പോഴും BSc ഒക്കെ ചോദിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. അപ്പം നമ്മളോട് ചോദിക്കുക ഏറ്റവും ചെറുത് ഏതാവും നിങ്ങളെ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. അത് നമ്മുടെ ചെവിക്കകത്താണ്. ചെവിക്കകത്ത് 3 അസ്ഥി ഇരിപ്പുണ്ട്. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 അസ്ഥികളുണ്ട് കുഞ്ഞുങ്ങളെ നമ്മുടെ ചെവിക്കകത്ത്. ഇതിനെക്കുറിച്ച് പറയാനെങ്കിൽ, ചെവിയെക്കുറിച്ചാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ വെറുതെ റഫായിട്ടൊന്ന് പറയാം. ആ 3 അസ്ഥികളിലേക്കും ഏറ്റവും ചെറുതാണ് സ്റ്റേപ്പിസ്. അതായത് 3 മില്ലിമീറ്റർ നീളമുണ്ട്. നമ്മുടെ സ്കെയിലൊക്കെ മില്ലിമീറ്റർ ഇല്ലേ, 3 മില്ലിമീറ്റർ നീളമാണ് നമ്മുടെ സ്റ്റേപ്പിസിനുള്ളത്. ഇതെന്ന് വെച്ചാൽ ശബ്ദ തരംഗങ്ങളെ ചെവിയുടെ അകത്തേക്ക് എത്തിക്കുന്നതിൽ ഇതിനാണ് പ്രധാന പങ്ക്. ഈ ഹെഡ്സെറ്റൊക്കെ പരിധി കൂടുതലൊക്കെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഈ ചെറിയ അസ്ഥിയായത്. ചിലപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വരുന്നതുകൊണ്ടാണ്. ചില പിള്ളേർ അമ്മയില്ലാത്ത സമയം അല്ലെങ്കിൽ അമ്മയുണ്ടെങ്കിലോ ഹെഡ്സെറ്റ് എടുത്ത് ചെവിക്കകത്തോട്ട് കയറ്റി വെച്ചിട്ട് അല്ലേ അങ്ങ് പാട്ട് കേൾക്കും. വെടിവെപ്പുള്ളവരൊക്കെ ഉണ്ട് അല്ലേ, എനിക്കറിയാം. ഫോണെടുത്ത് കളിച്ചുകൊണ്ട് എന്തോ ഒരു പ്രയോജനമല്ലേ. മിക്ക രക്ഷകർത്താക്കളുടെയും ഒരു കംപ്ലയിൻറ്റാണ്, കണ്ണ് തപ്പിയ പിള്ളേരെ ഫോണിൽ ഗെയിം കളിയാണെന്ന്. അതുകൊണ്ട് രക്ഷപ്പെട്ടവരൊക്കെ വളരെ റെയറാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പഠിക്കുക എന്നുള്ള നിങ്ങളുടെ ജോലി, അല്ലെ പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എടുത്ത് വെച്ചിരുന്ന് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്താവും നിങ്ങളെ? സ്റ്റേപ്പിസ് ആണ് കേട്ടോ. ഏറ്റവും വലുത് തുടയെല്ലുമാണ്. ഞാനിത് റഫായിട്ട് പറയുന്നതേ ഉള്ളൂ. ടെസ്റ്റിനകത്തിലെ ആദ്യത്തെ ഇച്ചിരി ഒന്ന് റഫായിട്ട് പറയുന്നേ ഉള്ളൂ. നിങ്ങളെ നോട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരാം അടുത്ത പാർട്ടിൽ കേട്ടോ. അപ്പം അതിനകത്തിലെ അപ്പം നമ്മളിപ്പോൾ കുറേ അസ്ഥികളെക്കുറിച്ച് പഠിച്ചപ്പോഴേ എന്തുവാണ് ഈ ഹ്യൂമൻ സ്കെൽട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ അസ്ഥികൂടം. അതുകൂടെ അങ്ങ് പറയാം കുഞ്ഞുങ്ങളെ. നമ്മുടെ തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളുടെ അസ്ഥികൾ, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടം എന്ന് പറയുന്നത്. ഹ്യൂമൻ സ്കൾട്ടൺ അല്ലെ മനുഷ്യ അസ്ഥികൂടം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? സ്കള്ള്, ഇതിൻ്റെ എല്ലാം തലയോട്, സ്കള്ള്, നട്ടെല്ല്, വെർട്ടിബ്രൽ കോളം, വാരിയെല്ല്, റിബ്സ്, മാറെല്ല്, റിബ് കേജ്, കൈകാലുകളുടെ അസ്ഥികൾ, ബോൺസ് ഓഫ് ആംസ്, കൈയുടെ അല്ലേ, ബോൺസ് ഓഫ് ആംസ്, ഇടുപ്പെല്ലിന് നമ്മുടെ ഹിപ്പ് ബോൺസ് എന്നാണ് പറയുന്നത്. ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ് ഒറ്റ വാക്കാണ് അല്ലേ. ഇവിടെ കൈകാലുകളുടെ അസ്ഥികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ്. ഇനി ഇടുപ്പെല്ലെന്ന് വെച്ചാൽ ഹിപ്പ് ബോൺസ്. ഇതിൻ്റെ എല്ലാം മലയാളം പഠിക്കാൻ എളുപ്പമല്ലേ. തലയോടെന്ന് വെച്ചാൽ സ്കള്ള്, നട്ടെല്ലെന്ന് വെച്ചാൽ വെർട്ടിബിൾ കോളം, വാരിയലെന്ന് വെച്ചാൽ റിബ്സ്, മാറലെന്ന് വെച്ചാൽ റിബ് കേജ്, കൈകാലുകളുടെ അസ്ഥികൾ എന്ന് വെച്ചാൽ ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ്, ഇടുപ്പെല്ലെന്ന് വെച്ചാൽ ഹിപ്പ് ബോൺസ്. ഇവയെല്ലാം ചേർന്നതാവും നിങ്ങളെ ഹ്യൂമൻ സ്കെൽട്ടൺ അല്ലെങ്കിൽ മനുഷ്യ അസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടും നോട്ടും എല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും എന്തായാലും കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. ഇങ്ങനെ പഠിപ്പിച്ചാൽ മതിയോ, അതോ ഞാൻ നോട്ട് തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ, അതോ ടെസ്റ്റ് വായിച്ച് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ, എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. എന്നിട്ട് നമുക്ക് 3ാമത്തെ പാർട്ടിൻ്റെ നോട്ട് തരാം. നോട്ട് മാത്രം മതി, അത് വെച്ച് പറഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെ മതി. ടെസ്റ്റ് വായിച്ച് ഇതുപോലെ പറഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. രണ്ടായാലും കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, താങ്ക് യു.